എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ എന്ന ഗാനത്തിൻ്റെ പാട്ട് മുഴുവൻ പാടി കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ കോഡ മ്യൂസിക്, അതായത് ഗിറ്റാർ വാച്ച് ലിസി ലീഡ് വാച്ച് അവസാനം ഗിറ്റാറിൽ നിന്ന് ഷോക്ക് അടിച്ച് വീഴുന്നതായിട്ടാണ് അതിൻ്റെ സീൻ. അതിന് നമ്മുടെ കൂട്ടുകാരൻ മഹാനായ ഗിറ്റാറിസ്റ്റ് ശ്രീ ജോൺ ആൻ്റണി, ഞാൻ ജോണി എന്ന് വിളിക്കും, അദ്ദേഹം അതിൽ അതിമനോഹരമായിട്ട് വായിച്ചിരിക്കുന്ന ലീഡാണ് ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും അതുപോലെ വായിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ധൈര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വെസ്റ്റേൺ ഗുരു വയലിൻ വായിക്കുന്ന ശ്രീ റെക്സ് ഐസക്സ്, അതായത് ഞങ്ങളുടെ റെക്സ് മാസ്റ്റർ, എറണാകുളത്തെ എല്ലാ വയലിനിസ്റ്റുമാരുടെയും ഗുരു ആയ റെക്സ് മാസ്റ്ററിൻ്റെ കീഴിൽ ഞാൻ 2 വർഷം വെസ്റ്റേൺ മ്യൂസിക് നൊട്ടേഷൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇതുപോലെ ക്രിസ്ത്യൻ ഡിവോഷണൽ ജോർജ് മാഷ്, ജോബാൻ ജോർജ്, അങ്ങനെ ആര് മ്യൂസിക് ചെയ്താലും മാസ്റ്ററാണ് ഓർക്കസ്ട്രേഷൻ ചെയ്യാറ്. 76 തൊട്ട് CAC 80 വരെ അദ്ദേഹം ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ഇതേമാതിരിയുള്ള ചില വെസ്റ്റേൺ പീസുകളൊക്കെ എൻ്റെ ബാംബു ഫ്ലൂട്ടിലും പിന്നെ കീ ഫ്ലൂട്ടിലൊക്കെ മാസ്റ്റർ കമ്പോസ് ചെയ്ത് തരാറുണ്ട്. അതൊക്കെ 76 തൊട്ട് 80 കാലഘട്ടത്തിലാണ്. ആ ഒരു ഓർമ്മ വെച്ചും ആ ഒരു ധൈര്യത്തിലും മാഷിൻ്റെ അനുഗ്രഹത്താലും ജോണിയുടെ അനുഗ്രഹത്താലും ഞാൻ ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് വായിക്കാൻ പറ്റില്ല, വളരെ ടഫാണ്. കാരണം ഡിസ്റ്റോർഷൻ ഗിറ്റാർ ഇട്ടിട്ട് ഇലക്ട്രിക് ഗിറ്റാറിൽ ഡിസ്റ്റോർഷൻ ടോണിട്ട് വായിച്ചിരിക്കുന്നതാണ്. അങ്ങനത്തെ ശൈലിയല്ലല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് ശ്രമിക്കുക. ഈ സമയത്ത് ജോണിയെയും റെക്സ് മാസ്റ്ററിനെയും എൻ്റെ എല്ലാ ഗുരുക്കളെയും ഞാൻ മനസ്സിൽ ധ്യാനിക്കുകയാണ്. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കരുത്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ കോഡ മ്യൂസിക് ഫുൾ പല്ലവി പാടിയിട്ട് ആദ്യത്തെ 2 ലൈൻ പാടും. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. അത് കഴിഞ്ഞിട്ട് ഗിറ്റാർ ലീഡിൽ 1 2 3 4 സാഗ മപനി സനിദ സാഗ മപനി സനിദ. ഒരേ പോർഷനായിട്ട് നോക്കാം. സാഗ മപനി സനിദ മപനി സനിദ. നിദ പദ നി സരി ഗ മപ നിദ പദ നി സരി ഗ മപ. ആ ഫ്ലൂട്ടിൽ കിട്ടില്ലെങ്കിൽ ഒരു കളർ ഫിംഗറിൽ നമുക്ക് എടുക്കാം. നിദ പദ നി സരി ഗ മപ. ഈ ഷഡ്ജവും ഈ മോതിരവിരലും കൂടി പിടിച്ച് കുറച്ച് ഫോഴ്സ് ഊതി കഴിഞ്ഞാൽ മുകളിലത്തെ പഞ്ചമം കിട്ടും. അപ്പൊ നിദ പദ നി സരി ഗ മപ. അപ്പൊ അതുകൊണ്ട് ഗാലിക്കൊരു വലിയാണ്. ഫ്ലൂട്ടിൽ അങ്ങനെ വലിക്കാനൊന്നും പറ്റില്ല. വേറെ സ്ഥലത്തായിട്ട് കട്ടായിപ്പോ അങ്ങനെ കാണിക്കാന്ന് പറഞ്ഞു. കീബോർഡ് പോലും ടണ്ടാന്ന് ബെൻഡർ വെച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഫ്ലൂട്ടിൽ സാധിക്കില്ല. എന്നാലും സ്വരങ്ങൾ മനസ്സിലാക്കുക. ധന്നേഗ പന്നിദ ധന്നേഗ പന്നി ധന്നേഗ പന്നിദ ധന്നേഗ പന്നിദ. അതുകൊണ്ട്
ദാ 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 മ. അവിടെ നിന്ന് ദാന്ന് മായിലേക്ക് ഒരു വലി ദാ 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 ദാ. അപ്പൊ അതിന്റെ കൂടെ രണ്ട് പാട്ട് ദായുടെ മാ കൂടി ഏം ഏം ഏടെ കോഡ് കിട്ടാൻ മാ 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 സ. ഗിറ്റാറിൽ രണ്ട് സ്ട്രിങ്ങിനെ ഒരുമിച്ച് വലിക്കുമ്പോൾ രണ്ട് സ്ട്രിങ് ഒരുമിച്ച് വലിക്കുമ്പോൾ ദായിന്ന് മായിലേക്കും മായിന്ന് സായിലേക്കും വരും. ഫ്ലൂട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, പറയാനേ പറ്റുള്ളൂ. അപ്പൊ ദാ 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 വരും. എന്നിട്ട് പസാരി 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 ഉടനെ തന്നെ പാടിക്കുന്നത് മധ്യമത്ത മപ മപസാരി ഗരിസാനി സനി സനി ഗരിസാനി സനി 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 ഗരിസാനി സനി സനി. അത് സ്പീഡില് ഗരിസാനി ഗരിസാനി സനി സനി സനി. അങ്ങനെ വരും. സനി പ ബ ബ ബ ബ സനി പ ബ സനി പ ബ ബ ബ സനി പ. ആ പാടുമ്പോ വലിയ മായന്ന് ഇവിടെ ഹാവിനോട് സനി പ ബ ബ ബ ബ ബ. ഒക്കെ ഗിറ്റാറിന്റെ ശൈലിയാണത്. സനി പ പ പ പ പ മ. എന്നിട്ട് മ പനി പ മ പനി പ മ പനി പ മ പനി സ. അവിടെ ഗതി എന്ന് മാറും. മ പനി പ മ പനി പ മ പനി പ മ പനി സ. പ്രതിമധ്യമത്തില് ഗിറ്റാറിന് മ പനി പ മ പനി പ മ പനി പ മ പനി സ. അതിട്ട് അങ്ങനെ പണിയത് വണ്ണി വണ്ണി സഗരിസ വൺ സ നിസനി നീ സഗരിസ സാനി. പിന്നെ സാനി 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 പാ സാനി സാനി സാ സാനി സാനി സപാസ. വൺസ ചേർന്ന് വരുന്നത് വൺസാനി 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 സാപ. സാനി 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 പാ വൺസാനി സ വൺസാനി സ വൺസാനി നിസ. Sani sani sa pa. അവിടെയാണ് ഷോക്ക് അടിക്കുന്ന ഇത് വരുന്നത്, കോഡൊക്കെ വരുന്നത്. അത് പണിയാണത് ഒരുമിച്ച് വായിക്കാൻ. നീ സഗരി സാനി സനി സാനി സാനി സാ പാ. അങ്ങനെ വരും. ഇത് കേട്ട് തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എങ്കിലും ശ്രമിക്കാമെന്ന് അതും സ്ലോയിൽ വായിക്കാം. 3 4
ഇത് വായിച്ച് ഒപ്പിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്ന് പറയാൻ ശ്രമിക്കാം. സാ ഗ മ പ നി സ നി ദ നി ദ പ ധ നി സ രി ഗ പ പ ധ നി ആ ഗ പ നി ദ ദ ദ ദ മ പ സ രി ഗ ക ക സ നി സ നി സ നി സ നി പ ബ ബ ബ ബ പ മ പ നി പ മ പ നി പ മ പ നി പ മ പ നി സ സ സ നി സ നി സ സ പ സ. ഒന്നിനൊന്ന് വായിക്കാൻ നോക്കാം. 3, 4. ഇങ്ങനത്തെ ഒരു ബിറ്റാണ് ഇത്. ഇതിൻ്റെ സ്വരങ്ങൾ കേട്ട് എഴുതി എടുത്താലും നമ്മൾ കേട്ട് പഠിച്ച് വായിക്കാനേ പറ്റും ഗിറ്റാറിസ്റ്റുമാർക്ക്. ഫ്ലൂട്ടിൽ ഞാൻ ഡെക്സ് മാസ്റ്ററുടെയും ജോണിയുടെയും ഒരു അനുഗ്രഹം കൊണ്ട് വായിച്ചാൻ ശ്രമിച്ചാണ്. വായിക്കാൻ പറ്റുന്ന വിചാരിച്ചല്ല, നല്ലൊരു മാതിരി വായിച്ച് ഒപ്പിച്ചു. അപ്പോൾ ഇതിലും എന്തെങ്കിലും സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തന്നെ അത് കറക്റ്റായിട്ട് മനസ്സിൽ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ വെസ്റ്റേൺ അല്ലല്ലോ, നമ്മൾ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും ആണല്ലോ മെയിൻ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വെസ്റ്റേണിനെ തന്നെ നമ്മൾ വായിച്ചുകൊണ്ട് നടക്കുന്ന ഫ്ലൂട്ടിസ്റ്റുമാർക്ക് ഈസി ആയിരിക്കും. പിന്നെ പുള്ളി അത് മനോധർമ്മം വായിച്ചിരിക്കുകയാണ്, നോട്ടേഷൻ എഴുതി വായിച്ചിരിക്കുന്നതല്ല, മനോധർമ്മം വായിച്ചിരിക്കുന്നത് ഗിറ്റാർ ലീഡ്. അപ്പോൾ അത് അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് എഴുതിയെടുത്ത് പഠിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് കുറേ സമയം എടുത്തിട്ടാണിത് ഒരുമാതിരി എഴുതിയെടുത്തത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ ശ്രമിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എഴുതിയ സ്വരം പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ സംശയം വരുമ്പോൾ 9447200365 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ കുട്ടികളിലേക്കും ഷെയർ ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇത് 83ാമത്തെ സോങ്ങാണ്. ഇനി 84ാമത് മറ്റൊരു ഗാനവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.